മൊത്തം പണിയാ. ആരവിടെ? ഗൈസ് എല്ലാവർക്കും ഹാപ്പി ഓണം. നല്ലൊരു ദിവസമായിട്ട് പുറത്ത് എനിക്ക് തോന്നുന്നു ഈ സമയത്ത് എല്ലാവരും പുറത്തായിരിക്കും, എല്ലാവരും ആഘോഷിക്കുന്നുണ്ടാവും. പക്ഷെ ചില പറയന്മാര് ഇങ്ങനെ ഇരുന്ന് ലൈവ് കാണുന്നുണ്ടാവും, ചില ആൾക്കാർ. കാരണം ഓണത്തിന്റെ ദിവസമായിട്ട് ഈ സമയത്ത് ലൈവ് കാണണമെങ്കിൽ ഇത്ര ആൾക്കാരുണ്ട്. അതാണ് ഞാൻ ഇൻസ്റ്റയിൽ സ്റ്റോറി ഇടുമ്പോൾ ബാന്നാക്കിയത്. കാരണം അത്രയും ഉള്ളിലിരിക്കുന്ന ആൾക്കാർ മാത്രമേ ഈ സമയത്ത് ഈ ലൈവ് കാണുന്നുണ്ടാവും. ഓണത്തിന്റെ ദിവസം രാത്രി ഈ സമയത്ത് ലൈവ് കാണണമെങ്കിൽ അത്രയും അങ്ങനത്തെ അവന്മാരായിരിക്കും അല്ലേ? ആണോ അല്ലയോ? ആണ് നിൽക്ക് വേറെ ആൾക്കാർ വരാണ്ട്. ആരവിടെ? പ്രഭുവിന്റെ ആജ്ഞ ആരവിടെ? മൈരന്മാർ വരുന്നില്ലല്ലോ. എടാ ഒരു മിനിറ്റ് ഇപ്പൊ വരും. എടാ എന്റെ കോസ്റ്റ്യൂം എങ്ങനെ? റേറ്റ് എടാ ഞാന് നോ ദേവലോകത്തിന്റെ രാജാവ് ഇന്ദ്രൻ. മാവേലി വേറെ ആളുണ്ട്, മാവേലി വരും. എടാ എന്റെ കോസ്റ്റ്യൂമർ റേറ്റ് 1 to 10 എങ്ങനെയുണ്ട്? പറ ആജ്ഞ. സകല ദേവലോകത്തെയും രാജാവ്, ഒരേ ഒരു രാജാവ്, ഇന്ദ്രൻസ് അല്ല ദേവേന്ദ്രൻ. പറ 10 റേറ്റ്. നമുക്ക് എല്ലാ കോസ്റ്റ്യൂമും ചേരുന്നല്ലേ? 10 ആരെങ്കിലും 10 ഇടുന്നുണ്ടല്ലോ. താങ്ക് യു. എടാ മാവേലി ഇപ്പൊ വരും. വെയിറ്റ് ആക്കും. മാവേലിനെ ആരെവിടെ പറഞ്ഞ വരാനാന്ന് കള്ളക്കളവനെ ഞാൻ ആക്കിയത്. ആരെവിടെ പറഞ്ഞപ്പോ വന്നിട്ടില്ല, എനിക്ക് അറിയില്ല എന്താന്ന്. 9 ഇതെന്താ 9 കൂടുതൽ റേറ്റിങ്? 9 വേണ്ട, 8 അല്ലെങ്കിൽ 10 ഇട്ടാ മതി. നിങ്ങൾ എന്തിനാ 9 ഇടുന്നത്? അവിടെ W കോസ്റ്റ്യൂമാണിത്. ഓക്കെ, ദേവേന്ദ്രനാ, ശരിയായ ദേവേന്ദ്രൻ നേരിട്ട് ഇറങ്ങി വന്ന പോലെ എന്ന് എനിക്ക് തോന്നി. എനക്ക് കണ്ണാടി നോക്കിയപ്പോ എനിക്ക് അങ്ങനെ തോന്നി. ഓറ വന്ന് ലേറ്റ്, എല്ലാ പ്രാവശ്യത്തെ പോലെ ലേറ്റ് ആയിട്ട് മാവേലി വന്നിട്ടുണ്ട്. രാജൻ ഇങ്ങോട്ട് വന്നാലും ഓക്കെ. മാവേലി എടാ മാവേലിന്റെ ഇന്റർവ്യൂ മ്യൂസിക് എന്താ? മാവേലി മ്യൂസിക്. അർജുൻ ടിപി ഡൊനേറ്റഡ് 40 രൂപ ത്രൂ ഗൂഗിൾ. ഇത് മതി. താഴെ കിടന്ന മണി കാണുന്നത് കൊള്ളാട്ടാ. ഒന്നും മറന്നു വരും. ഓക്കെ, അച്ഛൻ്റെ കോസ്റ്റ്യൂമർ റേറ്റ് അല്ല, സോറി മാവേലി രാജന്റെ കോസ്റ്റ്യൂമർ റേറ്റ്. ഞാനാണോ അച്ചായനാണോ? ആരാ ജയിച്ചത്? അച്ചായന്റെ റേറ്റ് 1 to 10. കമോൺ നോട്ടാ. -. മഹാബലി ഈ രാജ്യത്തെ രാജാവാണ് മഹാബലി. അറിയാം. എത്രയാണ് ഇട്ടേക്കണ റേറ്റിംഗ്? അതാ 9 കൂടുതൽ ആൾക്കാരും പറയുന്നത്. അത് നീ എനിക്ക് 10 ആയിരിക്കും. എടാ ഓക്കെ എന്നാ റേറ്റിംഗ് കൂടെ. ഞാനല്ല, ഇന്ദ്രനാണോ മാവേലിയാണോ? ആരാ ജയിച്ച? പറ നോക്കട്ടെ. ആരാ ജയിച്ച? ആരെവിടെ? ആജ്ഞ. അടിയൻ തമ്പുരൻ ആജ്ഞാപിച്ചാലും അടിയന്റെ കാല് കഴുകി വെള്ളം കുടിച്ചാലും അത് കുറച്ച് കഴിയും. മാവേലി ഓക്കെ. ആരാ ജയിച്ച? പറ. IG Zaikakallan donated 45 രൂപ ത്രൂ ഗൂഗിൾ പേ. എണീറ്റ് പോടാ മൈരേ ഉമ്മ. തെറി വിളിച്ചിട്ട് ഉമ്മാക്കുന്നത് എന്ത്? ഞാൻ പറഞ്ഞില്ലേ ഓണമായിട്ട് ഇവരൊന്ന് പുറത്തു പോലും പോകാണ്ട് ഇവ ഇരുന്ന് ലൈവ് കാണുന്നുണ്ടെങ്കിൽ നീ ആലോചിച്ചേക്ക്. ഓണത്തിന്റെ ദിവസം രാത്രി 10 മണിക്കാണ് ഞാൻ ലൈവ് ചെയ്യും. ആ സമയത്ത് വീട്ടിലിരുന്ന് ലൈവ് കാണണമെങ്കിൽ ഇങ്ങത്തോനെ ഉണ്ടാവും. എടാ മാവേലി ജയിച്ചു എല്ലാവരും മാവേലി പറയുന്നു. എടാ എന്നാ മുത്തേ ശരിയായ അടുത്ത ആള് വരുന്നുണ്ട്. അടുത്ത ആള് വരുമ്പോ നിങ്ങൾ അഭിപ്രായം മാറ്റി. അവിടെ എന്നാലും അവിടെ എല്ലാരും മാവേലി ജയിച്ചു, ഇന്ദ്രൻസ് ജയിച്ചില്ല. ഇന്ദ്രൻസ് അല്ല, ഇന്ദ്രൻ. ദേവദേവകളുടെ മഹാരാജാവായ ഇന്ദ്രന് തന്റെ വലിപ്പത്തെ കുറിച്ച് അറിയില്ലെങ്കിൽ പിന്നെ എന്താണ്? ആരവിടെ? വാമനൻ
ഇങ്ങോട്ടേക്ക് വരുമോ? നിനക്ക് വാമന്റെ മ്യൂസിക് അവനെ ഇവിടെ കൊണ്ടുവരാൻ പറ്റില്ല. എന്നെ ചവിട്ടി തട്ടി പണ്ടാരാണത്. നിക്ക്, നിങ്ങൾ സമാധാനപ്പെടും. മാവേലി അവനെ ഞാൻ ഇവിടെ ഒന്ന് ചാടിയിട്ടാണ് കേട്ടോ. രാജൻ, മഹാബലി രാജൻ അങ്ങ് ശാന്തനായി പെരുമാറും. ശാന്തനായി പെരുമാറാം. ആ, പക്ഷെ അവനെ കാണുമ്പോ എന്റെ ഗുരു പൊട്ടും. ഗുരു ഇല്ല നിക്ക്. വാമനന്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് പറ. ചാറ്റ് പറ. Arshad Kachu donated 40 രൂപ through Google Pay. 2 കണ്ടവളുകളും കണക്കാണ് മമ്മ വെയിറ്റിംഗ്. എടാ 2 ആഹാ, അങ്ങനെയാണെങ്കിൽ മമ്മൂനെ കൊണ്ടുവരുന്നില്ല. ആഹാ ഡബ്ല്യു പറഞ്ഞിട്ട് ഞാൻ മമ്മൂനെ കൊണ്ടുവരുന്നുള്ളൂ. അല്ല, നമ്മ 2 പിള്ളേരുള്ളൂ. ആണല്ലേ? ആ, എവിടെയാണോ നീ കണ്ടത്? എടാ മുത്തേ, ഇത്രയും കഷ്ടപ്പെട്ട് ഈ കോസ്റ്റ്യൂം ഇട്ടിട്ട് ഡബ്ല്യു ഇടാണ്ട് ഡബ്ല്യു ഇടാണ്ട് ഈ സ്ട്രീം മുന്നോട്ട് പോരാ. ഡബ്ല്യു ഓണായിട്ട് അവിടെ 100 പാർട്ടി അവിടെ ഉണ്ടായിട്ട് ഞാൻ ഒരു പാർട്ടിക്ക് പോവാണ്ട് ഇവിടെ കോസ്റ്റ്യൂം ഇട്ടിട്ട് നമുക്ക് ഇതേ വയസ്സിൽ പാർട്ടിക്ക് പോവാം. ഓ, അത് സീനായിരിക്കും. ഡബ്ല്യു ഇട്ടിട്ട് ഈ സ്ട്രീം മുന്നോട്ടേക്ക് പോകും. ഓക്കെ, വാമനൻ ഓക്കെ. വാമനൻ എന്ന് പറഞ്ഞ സിനിമയിലെ പാട്ടാ വരുന്നത്. ഓക്കെ, ഓണം മ്യൂസിക്. ആ, ഓക്കെ. വാമനൻ ഇങ്ങോട്ട് വരൂ. അനുഗ്രഹം, മുഴുവൻ അനുഗ്രഹവും. എന്താണ് മാമനെ മര്യാദയ്ക്കോ? അല്ല, വാമനൻ വഴി വിടുന്നു. കാര്യം വാമനെ സൂക്ഷിക്കണം. അടുത്ത് വന്ന് കുഞ്ഞു നിൽക്കുമ്പോൾ നോക്കണം. വാമനൻ വള്ളി ഇടുന്നത് വാമനാണത്. ഇവ സീനാണ്. ഇവ എപ്പാ എങ്ങനെ ഇടാന്ന് പറയാൻ പറ്റൂല. 3 അടി വണ്ടി വെച്ച് എന്നെ പരിപാടി മണ്ണെടുത്ത് അവന്റെ കുണ്ടി കയറ്റി വെക്കേണ്ടി വരും. എല്ലാം കടക്കടക്കേ വളി ഇടും. ഓണാത് പൊട്ടനെന്തിനാണ് ഞാൻ വാമനൻ നട്ട് കൊണ്ടുവന്ന്? വിവരദോഷി. എല്ലാവർക്കും അമനന്റെ ഓണാശംസകൾ. ഒരാളും കൂടി ഉണ്ട്. ലേറ്റ് എൻട്രി ആയിരിക്കും. ഒരാളും കൂടി ഉണ്ട്. ആരായിരിക്കും? ചാറ്റ് ഗസ് ഒരാളും കൂടി ഉണ്ട്. നമ്മളെ ഗ്യാങ്ങിലുള്ള ആൾ തന്നെയാണ്. പക്ഷെ നിങ്ങൾ ഗസ് ചെയ്യൂല. ഏതാ ക്യാരക്ടർ ഇട്ട് ഏത് കോസ്റ്റ്യൂമാന്ന് നിങ്ങൾ ഗസ് ചെയ്യൂല. നിങ്ങൾ ഒരിക്കലും ഗസ് ചെയ്യൂല. ഗസ് ചെയ്ത് നോക്കട്ടെ ഗസ് ലീക്കായിന്നാ? എന്ത് ലീക്കായിന്ന്? എടാ നീ മര്യാദക്കെല്ലാം ഇട്ടിനാടാ. ലീക്കായിരാന്ന് നോക്കാൻ പറ്റില്ല. ലൈവിലാ ലീക്കായിരാന്ന് നോക്കല. അപ്പം പുറത്തായിരുന്നു എന്ത് ചെയ്യും? നീ എന്തിനാടാ ഇതെല്ലാം ഇട്ടിട്ട് വന്നത്? നീക്ക് മര്യാദക്ക് എന്തെങ്കിലും ഇതിട്ടാ പോരെ? തുണി മാടിക്കുത്ത്. നീ ഒരു തുണി എടുത്തിട്ട് അത് മാടിക്കുത്ത്. ഇങ്ങനെ നെറ്റില് തപ്പിക്കൊണ്ടിരിക്കുന്നു വാമനന്റെ കോസ്റ്റ്യൂം. ഇതൊന്നും കണ്ടിട്ട് ആരും സിനിമയിൽ വിളിക്കൂലാട്ടാ. നിന്റെ അങ്ങനെ ലീക്കായതിനെ നീ ജയിലില്ല. ആരാ? സായിപ്പല്ല. മാക്ക് നോ, നോ, ജിൻഡോ നോ. നിങ്ങൾ പറയുന്ന ആൾക്കാർ ആരുമല്ല. ലേഡിയാണോ? അല്ല. നോ. മുനല്ല. എടാ ഇവർക്ക് ആരും ഗസ് ചെയ്യാൻ പറ്റത്തില്ല. ആരെവിടെ? വാമനൻ ചിരിക്കാൻ പാടില്ല. സോറിയാ. വാമനൻ സോറി ഒന്നും പറയാറില്ല. ക്ഷമിച്ചാലും മഹാരാജൻ. ക്ഷമിച്ചാലും അടിയനോട് ക്ഷമിച്ചാലും പറ.
ഇതെന്തിനാ സൗണ്ട്? സോഡാ ബോട്ടിൽ ഒഴുകിയോ? അമ്മി ആ ഓക്കെ 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 ഓക്കെ. വരുന്ന ആള് കുറച്ച് ഡേഞ്ചർ ആണ്, നോക്കിയും കണ്ടിരിക്കാം. മാമന മിക്കവാറും നിന്നെ കൊണ്ടുപോവാ. മര്യാദക്ക് സമാധാനത്തിലൊന്നും വേണം, മനസ്സിലാവും. ഇതെന്താ? അയ്യേ, എന്താണ് എന്താണ് ദേവലോകത്ത് അങ്ങേക്ക് താല്പര്യം? എന്താണ് വാമനന്റെ പ്രസാദം. എടാ ഇവ ശരിക്കും തോണ്ടിയാ? തോണ്ടിയായിരുന്നു. അച്ഛാ എന്നാ നിങ്ങൾക്കൊന്നും തന്നെ രക്ഷിച്ചൂടെ? മഹാബലിയാണ് ആള് മാറിയത് വർത്തനം പറഞ്ഞത് കേട്ടല്ലോ. സോറി, ആ മണം കാരണം. മണക്കാരൻ ക്യാരക്ടർ കിട്ടും പൊട്ടാൻ. ആ പാട്ടോട്ടെ ദേവലോകം ഉൾപ്പെടെ കിടക്കുന്ന രീതിക്ക് ഏതവൻ എന്നെ 3 അടി വണ്ടി മാറിപ്പോയി. സോറി കാല, സോറി. ഞാൻ കാലിൽ സെർച്ച് ചെയ്ത, പക്ഷെ ഏതോ പാട്ടാ വന്നത്. സോറി. ഇതേത് കാലിന്റെ ഇടയിലെ കാലൻ? എല്ലാവർക്കും ഓണാശംസകൾ. എല്ലാരും ഹാപ്പി ആയിട്ട് പൊളിയായിട്ട് ഇരിക്കുക. നിങ്ങൾ ഈ സമയത്ത് ഓണായിട്ട് പുറത്തു പോയില്ലെങ്കിൽ നിങ്ങൾ എന്തൊക്കെ സങ്കടത്തിലായിരിക്കും. മൊത്തം ഒരു സങ്കടവും വരില്ല. മാമനോട് ഒരു ബ്രാ ഇട്ടിട്ട് വരാൻ പറയുന്നുണ്ട്. ധാരാ പറഞ്ഞത് എനക്കറിയാം, ഞാൻ പറഞ്ഞ സജുവാ പറഞ്ഞത്. സജു പറയുന്നത് മാമനോട് ഒരു ബ്രാ ഇട്ടിട്ട് വരാനാ പറയും. കാലിന് ഇത് പുരസ്കാരം ഉണ്ട്. പുരസ്കാരം കാലിന് തൊപ്പിയൊരു ഇതെന്താ കണ്ണടയല്ലോ? കാലൻ കണ്ണട വെച്ചിട്ട് കാലം വന്നിന്. ഇതെന്താ? കാലഘട്ടം മാറിയില്ല മക്കളെ, തലമുറക്കനുസരിച്ച് കാലന്മാര് മാറണ്ടായോ? എങ്ങനെ വന്നേ? നമ്മളെ പണ്ടത്തെ ഇതെന്ന് വെച്ചാൽ നമ്മള് പോത്തിന്റെ പുറത്തൊക്കെ ആയിരുന്നു നമ്മളെ യാത്ര. ഇപ്പൊ മാറി. ഇപ്പൊ നമ്മള് ബുള്ളറ്റ്. ഇയാൾക്ക് മാറ്റമൊന്നുമില്ലല്ലോ. ഇയാളങ്ങ് താഴെ ഇപ്പൊ KGF ആണോ അടിയിൽ സൃഷ്ടിച്ചു വെച്ചേക്കുന്നേ? ഓക്കെ ഗായ്സ്, സോ എനിക്ക് കാല അദ്ദേഹം ഇരുന്നാട്ടെ.